നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഇടയന്മാരുടെ സന്ദർശനം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 20 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടി കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസേഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്കറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. യോസെഫിനും മറിയാമിനും ബേത്ലഹേമിൽ അവർ ഒരുപക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഒരു വീട് ആ കുഞ്ഞിന് പറക്കാനുണ്ടായില്ല. ആ സമയത്താണ് അത്ഭുതകരമായൊരു സംഭവം ഉണ്ടാകുന്നത്. അവരെ തേടി ചില ആട്ടിടയന്മാർ വരികയാണ്. ഒരുപക്ഷെ അന്നത്തെ കാലത്തെ പന്തവുമൊക്കെ കൊളുത്തി രാത്രിയിൽ വരികയാണ്. അവര് വന്നിട്ട് ഒരു കാര്യം പറയുകയാണ്: ഒരു ദൈവദൂതൻ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. നിങ്ങൾക്കായി ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ ഒരു ദൂത സൈന്യം ആ സമയത്ത് ഒരു പാട്ടും പാടി. അതുകൊണ്ടാണ് ഞങ്ങൾ ദൂരദേശത്തു നിന്ന് യാത്ര ചെയ്ത് വരുന്ന ആളുകളുടെ വാഹനങ്ങളെ കെട്ടിയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നത്. കാരണം ദൂതൻ പറഞ്ഞത് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്നാണ്. എന്തായാലും അവർ ആ പുൽത്തൊട്ടിയെ ലക്ഷ്യമാക്കി വന്നു. ഈ മാതാപിതാക്കളെ കണ്ടു, ശിശുവിനെ കണ്ടു. അവര് ആദ്യം യോസേഫിനോടും മറിയമ്മിനോടും ഈ കാര്യം പറഞ്ഞ ശേഷം ആ രാത്രിയിൽ തന്നെ ആ സത്രത്തിനടുത്തുള്ള ആ സംഭവം അവിടെ ഉള്ള ആളുകളോടൊക്കെ പറയുവാനിടയായി. അതിനുശേഷം അവര് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മടങ്ങി. മറിയ ഇതൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്തുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായ കാര്യം ഈ ആട്ടിടയന്മാരെ അറിയിക്കാനിടയായത്? ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. ആട്ടിടയന്മാർ ആടുകളെ കാത്തുകൊണ്ട് വെളിയിൽ കിടന്നിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പൊ യേശുവിന് ജനനം ഒരു തണുപ്പ് കാലത്തായിരുന്നില്ല. തണുപ്പ് കാലത്ത് ആടുമായിട്ട് ഇടയന്മാർ ആ ശാലയിൽ കിടക്കേ നിവൃത്തിയുള്ളൂ. ആ ശാലയുടെ വാതുക്കൽ തീയൊക്കെ കൂട്ടി, ദുഷ്ടമൃഗങ്ങൾ അങ്ങോട്ട് അടുക്കാതിരിക്കാൻ തീയൊക്കെ കൂട്ടി അവര് ഈ ആടിന് ചൂട് കൊടുത്ത് അവരും ചൂട് ഏറ്റുകൊണ്ട് അവര് ശാലയിൽ കഴിയുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ആടുകളും ഇടയന്മാരും വെളിയിൽ കഴിയുന്നതിനാൽ അത് ഒരിക്കലും ഡിസംബർ മാസത്തിലല്ല. എന്നാൽ നൂറ്റാണ്ടുകളിൽ ചിലത് കഴിഞ്ഞപ്പോൾ ക്രിസ്തു മാർഗത്തിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്തു മതം എന്നൊരു മതമുണ്ടായി. അത് രാജകീയമായി. കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തി, അദ്ദേഹം തൻ്റെ മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നു. അന്നിവിടെ അതുവരെ ഇവിടെ പെരുന്നാളുകളില്ല, യാഗങ്ങളില്ല. പ്രത്യേക പുരോഹിതന്മാരിൽ അവർക്ക് വസ്ത്രങ്ങളില്ല. എന്നാൽ എല്ലാം റോമ
പട്ടാളത്തെ പോലെ അതിൻ്റെ ചിട്ട പോലെ ആയിരിക്കണം. ഒരു ഹെഡ് ഓഫീസ് വേണം, അതിനൊരു നേതാവ് വേണം, അതിൻ്റെ കീഴിൽ ആളുകൾ വേണം, അല്ലെങ്കിൽ പുരോഹിതന്മാർ വേണം. അതുപോലെ ലോകത്തെങ്ങും, പ്രത്യേകിച്ച് റോമ ഗവൺമെൻറ് ഭരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഇത് പരക്കണം. അവിടുത്തെ സഭകളൊക്കെ ഇതിൻ്റെ കീഴിലാകണമെന്നുള്ള ഒരു സിസ്റ്റമാറ്റിക് ക്രമീകൃതമായ ഒരു സ്ഥിതിയിലേക്ക് സഭയെ വലുതാക്കിയെന്നല്ല അധപ്പതിപ്പിക്കുവാനിടയായി. അപ്പോൾ അദ്ദേഹമാണ് ഡിസംബർ 25 ക്രിസ്തു ജനിച്ചതായി പ്രഖ്യാപിച്ചത്. ഡിസംബർ 25 ആ രാജാവിൻ്റെ പണ്ടത്തെ ആരാധനാമൂർത്തിയുടെ, പ്രത്യേകിച്ച് സൂര്യദേവൻ്റെയൊക്കെ പെരുന്നാളായിരുന്നു, ഉത്സവമായിരുന്നു. അദ്ദേഹം അത് ക്രൈസ്തവവൽക്കരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പുരോഹിതന്മാരെ പോലെ തൊപ്പിയും അല്ലെങ്കിൽ കുപ്പായുമൊക്കെ ക്രിസ്തീയ പുരോഹിതന്മാർക്ക് അദ്ദേഹം നൽകാൻ ഇടയായി തീർന്നു. യേശുവിൻ്റെ കാലത്ത് അപ്പോസ്തലന്മാർക്ക് പ്രത്യേക വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അത് ശരിയല്ല, ഇത് മറ്റു മതങ്ങളെപ്പോലെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു. അന്ന് പീഡ ഭയന്ന് അന്നത്തെ നേതാക്കൾ അതിന് വഴിപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ക്രിസ്തുമസ് എന്നുള്ള ആചാരമുണ്ടായത്, അതുപോലെ മറ്റു പെരുന്നാളുകൾ ഉണ്ടായത്. എന്തായാലും യേശു ജനിച്ചത് ഡിസംബറിലൊന്നും തണുപ്പ് കാലത്ത് ആയിരുന്നില്ല. ഇടയന്മാർ തങ്ങൾ പ്രാണതുല്യം സ്നേഹിക്കുന്ന ആടുകളെ അത് ദൈവം കാത്തോളും എന്ന് പറഞ്ഞിട്ട് ദൈവം മനുഷ്യനായ യേശുവിനെ കാണാൻ വരികയാണ്. ഇടയന്മാരെ സംബന്ധിച്ച് പഠിച്ചാൽ അവർക്ക് നല്ല വസ്ത്രമില്ല, നല്ല ഭക്ഷണമില്ല, നന്നായിട്ട് കിടക്കാനുള്ള സൗകര്യമില്ല. തണുപ്പ് കാലത്തെ തണുപ്പ് മുഴുവൻ സഹിക്കണം, വേനൽക്കാലത്തെ വേനൽ മുഴുവൻ സഹിക്കണം. പിന്നെ വീട്ടിലെ യാതൊരു ആഘോഷത്തിലും പങ്കെടുക്കാൻ കഴിയുകയില്ല. കണ്ണിൽ എണ്ണയൊഴിച്ചു വേണം ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് ഈ ആടുകളെയെല്ലാം കാക്കണം. അങ്ങനെയുള്ള ഏറ്റവും നിന്ദിതരായിട്ടുള്ള ആളുകളെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഫറവോനും അല്ലെങ്കിൽ മിസ്രൈമ്യർക്കും ഇടയന്മാരെ വെറുപ്പായിരുന്നുവെന്ന്. കാരണം അവർക്ക് എപ്പോഴും ഈ ആടിൻ്റെ ഒരു മണമാണുള്ളത്. ആടുകളോട് കൂടിയല്ലേ കഴിയുന്നത്. അപ്പോൾ ഏറ്റവും നിന്ദിതരായിട്ടുള്ള ആളുകൾ ആണ് അക്കാലത്ത് ഇടയന്മാർ, കാടുകളിൽ വസിക്കുന്ന ആളുകൾ. അവർക്കാണ് ദൂതൻ്റെ ദർശനം ഉണ്ടായത്. അവരെയാണ് ദൈവം സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം മനുഷ്യനായിട്ട് വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരെ, ഏറ്റവും വിദ്യാഭ്യാസമുള്ള, ഏറ്റവും സ്വാധീനമുള്ള ആളുകളെ ഒന്നും അല്ല കണ്ടത്. ഒരു സ്വാധീനവും ഇല്ലാത്ത, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, വീടും കുടുംബവുമായിട്ട് ബന്ധമില്ലാത്ത കാട്ടുവാസികളായ, കാട്ടിൽ കഴിയുന്ന ആളുകളെയാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഈ സന്ദേശം അറിയിച്ചത്. പ്രിയപ്പെട്ടവരെ, അവരോട് നിങ്ങൾ പോകണമെന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ അവർ പോവുകയാണ്. മറിയാമിനോടും പറഞ്ഞില്ല നീ എലിസബത്തിൻ്റെ വീട്ടിൽ പോകണമെന്ന്, പറയാതെ പോയി. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം, അതാണ് ദൈവസ്നേഹം. പറയാതെ ചെയ്യുകയാണ്. സുവിശേഷം അറിയിക്കുന്ന ആളുകൾ ആരും പൈസ കൊടുത്തിട്ടും ആരും അവരെ പ്രേരിപ്പിച്ചിട്ടുമല്ല. ദൈവാത്മാവ് അവരെ നിർബന്ധിക്കുകയാണ്. അവർ ട്രാക്റ്റുമായിട്ട് തെരുവുകളിൽ പോവുകയാണ്, വീടുകളിലേക്ക് സുവിശേഷം പറയാൻ പോവുകയാണ്, കവലകളിൽ നിന്നുകൊണ്ട് അവർ പ്രസംഗിക്കുകയാണ്. അതാണ് യേശു ചെയ്തത്, അതാണ് അപ്പോസ്തലന്മാർ ചെയ്തത്, അതാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലായി, സഹസ്രാബ്ദങ്ങളിലായി സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം ആരും പറയാതെ കർത്താവിനെ കുറിച്ച് പറയുവാൻ നമുക്ക് സാധിക്കുന്നു, നമുക്ക് സാധിക്കണം. ഇവിടെ അവർ വന്നിട്ട് യോസേഫിനും മറിയാമിനും ധൈര്യപ്പെടുത്തിയിട്ട് നാട്ടുകാരോടെല്ലാം വിളിച്ചു പറയുകയാണ്. അതാണ് അവരെ കൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവർ, ഏറ്റവും വലിയ ആളുകളെയാണ് തൻ്റെ സന്ദേശവാഹകരായി ദൈവം തെരഞ്ഞെടുത്തത് എന്നോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.